മൈ ഡിയർ വ്യൂവേഴ്സ്, ത്രിബിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആഴമേറിയതാണ് എന്നാണ്. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്പാണ്. ഫസ്റ്റിൽ തന്നെ 9 ഓഫ് വൺസ് ആണ്. 9 ഓഫ് വൺസ് എന്ന് വെച്ചാൽ ദൃഢനിശ്ചയത്തോടു കൂടി ആ വ്യക്തി ഒരു കാര്യത്തിലേക്ക് ദൃഢനിശ്ചയമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. 10 ഓഫ് വൺസ് എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ വ്യക്തി. ഇത്രയും ലൈഫിൽ ഒരുപാട് ഭാരങ്ങളെല്ലാം ആ വ്യക്തിയുടെ തലയിലാണ്. കുടുംബത്തിൻ്റെ ചുമതല മൊത്തം ആ വ്യക്തിയുടെ, അതൊക്കെ കയറിപ്പോകുന്നൊരു വ്യക്തിയാണ് കാണുന്നത്. അത്രയും കഷ്ടപ്പെട്ട അവസ്ഥയിൽ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു. പിന്നെ അടുത്ത വന്നിരിക്കുന്നത് ഡെവിളാണ്. അപ്പം ഇവിടെ കാണുന്നത് ഇപ്പം വരുന്ന എല്ലാ എൻ്റെ റീഡിങ്ങിലും തേർഡ് പാർട്ടി വരുന്നുണ്ടല്ലോ. എന്താണ് അങ്ങനെ തേർഡ് പാർട്ടിയുടെ ഇതാണ്. ആ വ്യക്തി ഒരു അഡിക്ഷനിൽ പെട്ടുപോയി. തേർഡ് പാർട്ടീൻ്റെ അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇത്രയും തേർഡ് പാർട്ടീൻ്റെ അതിൽ പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോകാൻ, നെഗറ്റീവായ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്തതാണ് ഡബിള്. ഭയങ്കര കള്ളത്തരം, അനാരോഗ്യകരമായ ബന്ധം, ഇതൊക്കെ നെഗറ്റീവിൽ നിന്നും ഊരി പോരാൻ പറ്റാതെ ഞാൻ ബ്ലാക്ക് മാജിക്ക് തേർഡ് പാർട്ടീൻ്റെ ആ ഒരു ഇതിൽ പെട്ടിട്ട് ആ വ്യക്തി അതിൽ നിന്നും ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ട് നിൽക്കുന്നൊരു വ്യക്തി. അടുത്ത തന്നെ 4 ഓഫ് വൺസ് ആണ്. 4 ഓഫ് വൺസിന് തുടക്കത്തിൽ ഒരു സക്സസ് വരുന്നുണ്ട് ആ വ്യക്തിക്ക്. ആ തേർഡ് പാർട്ടീൻ്റെ ഇതിൽ നിന്നും യൂണിവേഴ്സ് ആ വ്യക്തിക്ക് ഒരു നല്ലൊരു വെളിച്ചം കൊടുക്കുന്നു. ആ വ്യക്തിൻ്റെ മനസ്സിൽ ആ വ്യക്തി ഒരു നല്ലൊരു വ്യക്തിയാണ്. തേർഡ് പാർട്ടീൻ്റെ വലയിൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ മാരേജ് കഴിഞ്ഞതാവാം, ഒന്നിക്ക് അച്ഛനും അമ്മയാവാം, ഒന്നിക്ക് കരിയർ ആവാം. എന്തായാലും ഒരു നെഗറ്റീവായ അഡിക്ഷനിലാണ് ആ പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആടെ ഡബിൾ വന്നത്. അപ്പം 4 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ സക്സസ് നേടി ആ വ്യക്തി തിരിച്ചു വരികയാണ്, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ആ വ്യക്തി. അപ്പം ഇത് ഇവിടെ അടുത്തത് 4 ഓഫ് വൺസ് ആണ്. 3 ഓഫ് വൺസ് ആണ്. 3 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഗോൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അതും ഒരു തേർഡ് പാർട്ടിയുടെ കാർഡാണ്. അപ്പോൾ ആ തേർഡ് പാർട്ടീൻ്റെ അപ്പം ആ വ്യക്തി ആ ഫോളോ ചെയ്തിരിക്കുന്നത് നിങ്ങളെയാണ്. അപ്പം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങളിലേക്ക് എത്തിച്ചേരണം. നിങ്ങളിൽ എത്തിച്ചേർന്നാൽ എന്താ വെച്ചാൽ ഇവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്പാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധം അതിശക്തമായൊരു ബന്ധമാണ്. ഇത് ഈ ഡബിളും കർമ്മങ്ങളെല്ലാം പാസ്റ്റിലെ കർമ്മങ്ങൾ എന്തോ നെഗറ്റീവായ കർമ്മങ്ങൾ തീർക്കാനാണ് ആ ഡബിൾ വന്നിരിക്കുന്നത്. അപ്പം അടുത്തത് വന്നിരിക്കുന്നത് 5 ഓഫ് സോഡാണ്. 5 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫിഷായൊരു വ്യക്തിയാണ്. എൻ്റേത് എന്നുള്ള ഒരു സെൽഫിഷ്നെസ് ഉണ്ട് ആ വ്യക്തിക്ക്. ഒന്നിക്കൽ നിങ്ങളെയും കൊണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഡബിളും തേർഡ് പാർട്ടിയും എല്ലാം ഉള്ളത് കൊണ്ട് നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാനോ അങ്ങനെയും എല്ലാം ആ വ്യക്തി ഒരു ഫോളോ ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ വ്യക്തി. അങ്ങനെ എവിടേക്കങ്ങ് കടന്നാലോ എന്നൊക്കെയുള്ളതാണ് ആ വ്യക്തിയുടെ ചിന്ത. ഡബിളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു എല്ലാം അറിഞ്ഞ സക്സസ്സിലേക്ക് വന്ന് ആ വ്യക്തി അതിനുശേഷം നിങ്ങളെ തന്നെ ഫോളോ ചെയ്ത് ആ വ്യക്തി ഇങ്ങനെയൊരു ചിന്തയാണ്. പിന്നെ നിങ്ങളെയും കൊണ്ട് നാട് വിട്ട് പോയാലോ എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ ചിന്തകളിൽ.
ഉള്ളത്. പിന്നെ പേജ് ഓഫ് പെൻഡിക്കലാണ്. പേജ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തിട്ടാലും ഈ ഡബിളും തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു രക്ഷ നേടണം. ഭയങ്കര തേർഡ് പാർട്ടീൻ്റെ കാർഡാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. എന്താ വെച്ചാൽ വീണ്ടും വന്നിരിക്കുന്നത് തേർഡ് പാർട്ടീൻ്റെ കാർഡാണ്. ഒന്നിക്കൽ കുടുംബമാവാം, കുടുംബം പറയുന്നത് അനുസരിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്തുമാവാം, അതോ നിങ്ങളുടെ ഓരോ സാഹചര്യം അനുസരിച്ച്. അപ്പം പേജ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു നല്ലൊരു ലൈഫ് വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതേപോലെ ജീവിക്കണം, ഒന്നുകിൽ എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനും എല്ലാം ഐഡിയ ഇടുന്നുണ്ട് ആ വ്യക്തി. ഇവിടെയെന്ന് വെച്ചാൽ ഒരു തരത്തിലും നിങ്ങളെ ലൈഫ് നല്ലോണം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അടുത്ത് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കലാണ്. ത്രീ ഓഫ് പെൻഡിക്കലും തേർഡ് പാർട്ടിയുടെ കാർഡാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ശക്തമായൊരു തേർഡ് പാർട്ടിയുടെ വലയിൽ പെട്ടിരിക്കുന്നൊരു റിലേഷനാണ് ഇതിൽ. അപ്പം എവിടെയും രക്ഷയില്ലെങ്കിൽ ഇങ്ങനെ പോയി കളയാമെന്ന് വരെ ആ വ്യക്തി ഐഡിയ ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴമുള്ളത്. നിങ്ങളുടെ ആഴം എന്ന് പറഞ്ഞാൽ ശക്തമായ ആഴമാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മൂൺ കഴിഞ്ഞ് ന്യൂ മൂണിലേക്ക് വരുന്ന പോലെയുള്ള സമയം നിങ്ങൾക്ക് പ്രണയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഈ തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലായിപ്പോയി. കൺട്രോളിൽ ഒന്നും നിങ്ങളുമായിട്ട് ഒരു കോൺടാക്റ്റും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥയായിപ്പോയി. അപ്പം ആ ബന്ധം കുറഞ്ഞ് വന്ന് അങ്ങനെ സ്റ്റെക്കായിപ്പോയി. പിന്നെ ഒന്നും കമ്മ്യൂണിക്കേഷനോ ഒന്നും നടക്കാത്ത അവസ്ഥയായിപ്പോയി. അതാണ് ആ വ്യക്തി. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ ടു ഓഫ് കപ്പാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ പറ്റാത്തതാണ്. തമ്മിൽ നിർവചിക്കാൻ പറ്റാത്തതാണ് ടു ഓഫ് കപ്പ്. അത്രത്തോളം ആഴമേറിയതാണ് നിങ്ങളുടെ ബന്ധം. അത് ഇനി ഏത് തേർഡ് പാർട്ടിയല്ല, എന്ത് പാർട്ടി വന്നാലും ഇതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആ ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ മിററിംഗ് ആണ്. എന്താണോ അങ്ങനെ പറയാൻ ഓർമ്മിക്കുന്നത് ഇങ്ങനെ പറയും. അത്രക്ക് കണക്റ്റഡാണ് നിങ്ങൾ തമ്മിൽ. അത്രയും നിങ്ങളെ ഹൃദയങ്ങൾ തമ്മിൽ ഉള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്രക്ക് സ്ട്രോങ് ആണ്. എങ്ങനെയുള്ള ബന്ധമാണെന്ന് പറഞ്ഞാൽ അത്രക്ക് സ്ട്രോങ് ആയ ബന്ധമാണിത്. ആ വ്യക്തി പറയുന്നത്, ഞാൻ എൻ്റെ ഹാർട്ട് ബീറ്റ് നീയാണെന്നാണ് പറയുന്നത്. അത്രക്കും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ടാലും, റിസ്കിൻ്റെ കാർഡാണ്, എന്ത് റിസ്ക് എടുത്തിട്ടാലും നിന്നിലേക്ക് ഞാൻ എത്തിച്ചേരും, നീ ധൈര്യമായിരിക്കും എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഒരു എങ്ങനെയെല്ലാം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നിൽ എത്തിച്ചേരും എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇതൊരു റിവിങ് ആകുമ്പോൾ അതൊരു ടിൻ കണക്ഷൻ ആവാം, അല്ലെങ്കിൽ സോൾ കണക്ഷനോ, എന്തായാലും നല്ലൊരു ഡീപ്പായ ബന്ധമാണ്. അതാർക്കും തകർക്കാൻ പറ്റുന്നതല്ല. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ തന്നെ എത്തിച്ചേരും. നിങ്ങൾ ഹാപ്പി ഫാമിലി ആയിട്ട് നല്ല ലൈഫിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല. നിങ്ങൾ എത്ര കണ്ടങ്ങ് അകലുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, യൂണിവേഴ്സുമായി അടുത്ത് യൂണിവേഴ്സിനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അകലുന്നതിനെ യൂണിവേഴ്സുമായിട്ട് അടുക്കും, കർമ്മങ്ങളെല്ലാം തീരും. പിന്നെ കാണുമ്പോൾ വീണ്ടും അതിശക്തമായ അട്രാക്ഷനും കാര്യങ്ങളും കൂടി വരിക. അങ്ങനെയുള്ളൊരു ഡീപ്പ് ബന്ധമാണ്. ബോട്ടം ടു ഓഫ് കപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലൊരു ബന്ധമാണിത്. ആ വ്യക്തി നിങ്ങളുമായിട്ട് അടിച്ച് പൊളിച്ച് എവിടെ കടന്ന് തേർഡ് പാർട്ടീനെല്ലാം കണ്ണു വെട്ടിച്ച് നിങ്ങളെ കൂട്ടി പോയിട്ടായാലും അടിച്ച് പൊളിച്ച് ജീവിക്കുക തന്നെ ചെയ്യും ആ വ്യക്തി. അത് ഉറപ്പാണ്. ആ വ്യക്തിയുടെ തീരുമാനം അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ആ വ്യക്തിയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഗോൾ ഫോളോ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ആ വ്യക്തിയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. പിന്നെ ആ വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും അങ്ങനെ ഒരു പേടിയുമില്ല. ആ തേർഡ് പാർട്ടീനെ ഇപ്പം ബ്ലാക്ക് മാജിക്കും കാര്യമെല്ലാം ചെയ്തിട്ട് കുറച്ച് കാലത്തേക്ക് ഒരു വ്യക്തിനെ എന്തൊക്കെയെല്ലാം ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി അങ്ങ് പോകുമ്പോഴത്തേക്ക് ആ വ്യക്തി തിരിച്ച് വന്ന് നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെയും കൊണ്ട് നാട് വിട്ട് പോകുന്നു എന്നാണ് ഇവിടെ ഞാൻ കാണുന്നത് കേട്ടോ. ആ രണ്ട് കാർഡ് കൂടെ എടുത്തോട്ടെ. ഹൈറോഫൻ, ദി ഹൈ പ്രീഷ്യസ് എന്ന് വെച്ചാൽ ദിവ്യത്വമുള്ള ഒരു ബന്ധമാണിത് കേട്ടോ. നിങ്ങൾക്ക് തമ്മിൽ തന്നെ ഇൻറ്റ്യൂഷനിൽ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അത്രക്കും ശക്തമായ ഒരു ബന്ധമാണിത്. അതുകൊണ്ട് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഹൈ പ്രീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന കാർഡാണിത്. ഇൻറ്റ്യൂഷൻ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻറ്റ്യൂഷനിലൂടെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ മനസ്സിലാവും. അതാണ് ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത. എന്തിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ തമ്മിൽ കിട്ടും. ഇത് ദിവ്യത്വമുള്ളൊരു ബന്ധമാണ്.
മെഡിറ്റേഷനും എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തന്നെ എന്ത് സത്യാവസ്ഥയും യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം ദൈവികമായ അറിവ് ഉണ്ട് ഈ ബന്ധത്തിൽ. നല്ല ഗ്രോത്ത് വരും. ഈ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഗ്രോത്തിലേക്ക് പോകും. ആ വ്യക്തി നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഡ്യൂഷൻ വഴിയാണ് നിങ്ങളിപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഉള്ളിൽ നിന്ന് തന്നെ എല്ലാത്തിൻ്റെ ഉത്തരം ലഭിക്കും. സ്വപ്നങ്ങളിൽ നിങ്ങളെ മാത്രം ആ വ്യക്തി കാണുന്നത് ദൈവീകമായൊരു കണക്ഷനാണ്. അതെന്ത് കണക്ഷനാന്ന് പറഞ്ഞാൽ ഇത് ദൈവീകമായ കണക്ഷൻ്റെ ഒരു കാർഡാണ് കേട്ടോ. എന്ത് പ്രശ്നങ്ങളും എല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കിട്ടാനെല്ലാം മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്നുണ്ട് ഈ വ്യക്തി കേട്ടോ. ആ വ്യക്തിക്ക് ആത്മീയമായ അറിവ് കിട്ടുന്നുണ്ട്. എന്ത് അറിയാത്ത കാര്യവും യൂണിവേഴ്സ് ഇൻഡ്യൂഷനിലൂടെ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൈവീകമായൊരു കണക്ഷനാണ്. അതാണ് ഈ കാർഡ്. ചീറ്റിംഗാണ് സംഭവിച്ചിരുന്നത്. ആ ചീറ്റിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ആ വ്യക്തി നിൽക്കുന്നത്. മെസ്സേജ് കാർഡ് എടുക്കട്ടെ. ഐ വാണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്. എനിക്ക് നീ സുഹൃത്തിനേക്കാളും മുകളിലാണെന്ന്. സുഹൃത്തിക്കും മുതൽ വേണം. ഐ ലെഫ്റ്റ് വെൻ ഐ സോ യു വിത്ത് സംവൺ. നിന്നെ മറ്റൊരാളുടെ കൂടെ കണ്ടപ്പോൾ ഞാൻ വിട്ടുപോയി. മൈ ലൈഫ് ഈസ് നോട്ട് ആസ് ടുഗദർ ആസ് ഇറ്റ് സീം. എൻ്റെ ജീവിതം വിചാരിച്ചത്ര ഒരുമിച്ചില്ല. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസൺ. സ്പിരിച്വലായിട്ട് ലെസൺ പഠിക്കാൻ കഴിഞ്ഞതിന് ഞാൻ താങ്ക്സ് പറയുന്നു. ഈ പേഴ്സൻ്റെ നൈൻ ലെറ്ററും ജില്ലയും. കണ്ണൂർ ബി. ടി പത്തനംതിട്ട. വി തിരുവനന്തപുരം. യു എൽ എറണാകുളം. കെ ഇടുക്കി. എൻ എച്ച് പാലക്കാട്. ജെ കണ്ണൂർ. ഒ കോട്ടയം. ഐ കൊല്ലം. എഫ് ഇത് ആർക്കെല്ലാം റെസിനേറ്റ് ആവുന്ന ഒന്ന് കമൻറ്റ് ചെയ്യണേ.